ഒരു കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല. നല്ല ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഭംഗിയുള്ള ബെസ്റ്റ് ആൻഡ്രോയിഡ് ഫോൺ തന്നെ ആയിരിക്കണം. നല്ല പെർഫോമൻസ് ഉള്ള ഫോണായിരിക്കണം, നല്ല ക്യാമറ ക്വാളിറ്റി ഉള്ള ഫോണായിരിക്കണം. അങ്ങനെ ഒരു കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറേ അല്ല. അങ്ങനെ നിൽക്കുന്നവരാണ്. എന്നാൽ പ്രൈസ് റേഞ്ച് കൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോക്കറ്റ് കയറാൻ പറ്റില്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫോൺ വാങ്ങണം. നിങ്ങൾ ഇൻഫിനിക്സിൻ്റെ ഫോണുകൾ വാങ്ങാൻ തയ്യാറാണോ? എന്നാൽ ഇൻഫിനിക്സ് ബ്രാൻഡ് ഇറക്കുന്ന ഇൻഫിനിക്സ് നോട്ട് 30 5G പ്രോസസ്സറോടുകൂടി വരുന്ന ഫോണിനെ കുറിച്ചിട്ടുള്ള ഒരു പരിചയപ്പെടുത്തലാണ് ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം. ഈ ഫോണിൻ്റെ പ്രോസസ്സറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മീഡിയ ടെക്കിൻ്റെ ഡയമൻസിറ്റി 6080 6nm ഒക്ടാ കോർ 5G പ്രോസസ്സറാണ് വരുന്നത്. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ സൈസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 6.78 ഇഞ്ചിൻ്റെ ഒരു വലിയ ഫുൾ HD+ IPS LTPS ഡിസ്പ്ലേ ആണ് കമ്പനി നൽകിയിട്ടുള്ളത്. സാധാരണ ഇതുപോലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണുകളിൽ നമ്മൾ സാംസങ് പോലുള്ള ബ്രാൻഡുകൾ LCD ഡിസ്പ്ലേ ആണ് നൽകാറ്. മറ്റു ബ്രാൻഡുകളാകട്ടെ 15,000 മുകളിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അമോലെഡ് ഡിസ്പ്ലേകളും നൽകാറുണ്ട്. ഇവിടെ LCD ഡിസ്പ്ലേൻ്റെയും അതുപോലെ തന്നെ അമോലെഡ് ഡിസ്പ്ലേൻ്റെയും നടുവിൽ നിൽക്കുന്ന ഒരു ഡിസ്പ്ലേ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് LTPS ഡിസ്പ്ലേ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി തന്നെ കമ്പനി നമുക്ക് നൽകുന്നുണ്ട്. ഡിസ്പ്ലേ ബ്രൈറ്റ്നസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 518 നിറ്റ്സിൻ്റെ തിരക്കേടില്ലാത്ത ഒരു ബ്രൈറ്റ്നസ് കമ്പനി നൽകിയിട്ടുണ്ട്. അതായത് നമുക്ക് ഇൻഡോറിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് കുഴപ്പമില്ലാത്ത ഒരു വിസിബിലിറ്റി നമുക്ക് കിട്ടും. എന്നാൽ പുറത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഡിസ്പ്ലേയിൽ നൽകിയിട്ടുണ്ട്. 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും നൽകിയിട്ടുണ്ട്. ഈ ഫോണിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചാർജിങ് ഫെസിലിറ്റിയാണ്. കമ്പനി പറയുന്നത് ആൾറൗണ്ട് ചാർജർ എന്നാണ്. അതായത് 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടോട് കൂടിയ 5000 മൈക്രോ ആംപിയറിൻ്റെ ഒരു വലിയ ബാറ്ററി. കൂടുതൽ നേരം ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അതായത് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് ഫോൺ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വർക്ക് ലോഡ് കാരണം കൂടുതൽ ഫോൺ യൂസ് ചെയ്യുക, അപ്പോൾ അങ്ങനത്തെ കേസിലൊക്കെ നമ്മൾ ചാർജർ കണക്ട് ചെയ്തിട്ട് ഫോൺ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചാർജർ കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്ന സമയത്ത് ബാറ്ററി ഹീറ്റ് ആവാം, ബാറ്ററി പൊട്ടിത്തെറിക്കുന്ന ഇഷ്യൂസ് അങ്ങനെ ഒരുപാട് നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ ഇവിടെ നമ്മളത് പേടിക്കേണ്ട ആവശ്യമില്ല. ചാർജറിൽ ഫോൺ കണക്ട് ചെയ്തിട്ട് നമുക്ക് എത്ര നേരം വേണമെങ്കിലും യൂസ് ചെയ്യാം. ബൈപ്പാസ് മോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അത് എനേബിൾ ചെയ്തിട്ട് ചാർജറിൽ കണക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് കറണ്ട് ബാറ്ററിയിലോട്ട് കയറുന്നില്ല, അത് ബൈപ്പാസ് ചെയ്തിട്ട് നമ്മുടെ ഫോണിൻ്റെ മദർ ബോർഡിലോട്ടാണ് കയറുന്നത്. ആ സമയത്ത് ബാറ്ററി ചാർജ് ആവുന്നില്ല എന്നർത്ഥം. നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഫോൺ അങ്ങനെ യൂസ് ചെയ്യാം. നമ്മുടെ മറ്റുള്ള ഇലക്ട്രോണിക് ഡിവൈസ് ഈ ഫോൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ചാർജ് ചെയ്യാം. അതായത് റിവേഴ്സ് ചാർജിങ് ഫെസിലിറ്റി ഫോണിൽ അവൈലബിൾ ആണ്. 30 മിനിറ്റ് കൊണ്ട് നമുക്ക് 75% വരെ ഫോണിൽ ചാർജ് ആക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. ഈ ഫോണിൻ്റെ ക്യാമറ ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അൾട്രാ ഹൈ റെസൊല്യൂഷനോട് കൂടിയ AI ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത്. 108 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറ, 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസർ, 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ. ഇതിൽ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് 2K സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് 2K റെക്കോർഡിംഗ് @ 30 FPS ആണ് വരുന്നത്. 1080p സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. @ 60 FPS ആണ് വരുന്നത്. ഫോണിൻ്റെ സ്റ്റോറേജ് വരുന്നത് UFS 2.2ലാണ്. 256 GB അതുപോലെ തന്നെ 128 GB വരുന്നുണ്ട്. അതുപോലെ തന്നെ റാമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ LPDDR4X റാമാണ് വരുന്നത്. 4 GB അതുപോലെ 8 GB വേരിയൻസും വരുന്നുണ്ട്. ഈ ഫോണിൽ ട്രിപ്പിൾ കാർഡ് സെറ്റപ്പാണ് വരുന്നത്. അതായത് അറ്റ് എ ടൈമിൽ 2 നാനോ സിമ്മും ഒരു SD കാർഡും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് 5G ബാൻഡ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് 14 5G ബാൻഡ്സ് ആണ് ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലൊന്നും ഒരു പിശുക്കും കാണിച്ചിട്ടില്ല ഇൻഫിനിക്സ്. ഇനി സ്പീക്കേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ JBL ട്യൂൺഡ് ആയിട്ടുള്ള ഡ്യുവൽ സ്പീക്കേഴ്സാണ് കമ്പനി നൽകിയിട്ടുള്ളത്. അതായത് ഓഡിയോ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അത്രയും നല്ലൊരു ഓഡിയോ ഔട്ട്പുട്ട് തന്നെ കമ്പനി നൽകിയിട്ടുണ്ട്. സാധാരണ ഇൻഫിനിക്സ് ഫോണുകൾ പുതിയത് വരുന്ന സമയത്ത് അതിൽ ആൻഡ്രോയിഡ് വേർഷന് പഴയതായിരിക്കും വരാറ്. എന്നാൽ ഇവിടെ ആൻഡ്രോയിഡ് 13 തന്നെ അവർ OS അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതും അവരുടെ സ്വന്തം UI ആയിട്ടുള്ള XOS 13ലാണ് വർക്ക് ചെയ്യുന്നത്. 1 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും അതിന് പുറമെ 2 വർഷത്തെ സെക്യൂരിറ്റി പാച്ചും അവർ നൽകുന്നുണ്ട്. സാധാരണ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണുകളിൽ കാണാത്ത IP53 സർട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. 3.5mm ജാക്ക് വരുന്നുണ്ട്. NEG ഗ്ലാസ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഈ ഫോണിൻ്റെ AnTuTu സ്കോർ പറയുകയാണെന്നുണ്ടെങ്കിൽ എബോവ് 4 lakh ആണ് വരുന്നത്. ഡ്യുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. NFC സപ്പോർട്ടിങ്, ബ്ലൂടൂത്ത് 5.1 വരുന്നുണ്ട്. ഇനി സെൻസറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് സൈഡ് മൗണ്ടഡ് ആണ്. ഫേസ് അൺലോക്ക് വരുന്നുണ്ട്. മറ്റു ബ്രാൻഡുകളൊക്കെ ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് വാട്ടർ ഡ്രോപ്പ് ഡിസ്പ്ലേ നൽകുന്ന സമയത്ത് ഇവിടെ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് നൽകിയിട്ടുള്ളത്. അത് തന്നെയാണ് ഈ ഫോണിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ്, ഇതിൻ്റെ ബ്യൂട്ടി. ഫോൺ കാണാൻ നല്ല ഭംഗിയുള്ള ഫോണാണ്. ഇത്രയും ഫീച്ചേഴ്സോട് കൂടി വരുന്ന ഈ ഫോണിൻ്റെ റേറ്റ് വരുന്നത് 15,000 റുപ്പീസിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് വേരിയൻറ്റ് 13,999 സെക്കൻഡ് വേരിയൻറ്റ് വരുന്നത് 14,999 ആണ്. അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും ഈ ഫോൺ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ ഫ്ലാഷ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്ലിപ്കാർട്ടിലൂടെയാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നൽകാം.
നമ്മുടെ കയ്യിൽ ഈ ഫോൺ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കാൻ മറക്കരുത് ഫ്രണ്ട്സ്. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നതുവരെ ഐ ആം ഗോയിങ് ടു സൈനിങ് ഓഫ്. ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ്.